എൻ്റെ ഫ്രണ്ട് നന്നാവണം, അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ആ 10 ലക്ഷം രൂപ വെറുതെ കൊടുക്കും. ഇറ്റ്സ് എ ചാരിറ്റി. NRIs വരുമ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ അമിതമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പൈസ തീർന്നിട്ട് അതിൽ വെച്ചിരിക്കുന്ന കടം തീർക്കാനായിരിക്കും പിന്നെ അടുത്ത വർഷം അവർ വർക്ക് ചെയ്യണത്. പിന്നെ ആ കടം തീർന്നു വരുമ്പോഴേക്കും അടുത്ത പ്രാവശ്യം പിന്നെയും വരും. നമ്മൾ ഗൾഫിൽ പോയിരിക്കുന്നത് നാട്ടുകാരെ മൊത്തം അല്ലെങ്കിൽ ബന്ധുക്കളെ മൊത്തം സഹായിക്കാൻ വേണ്ടി മാത്രമല്ല. ഈ പറഞ്ഞ പൈസ 50,000 വെച്ചിട്ട് 10 വർഷം അടച്ചു കഴിഞ്ഞാൽ ഒരു 12% റിട്ടേണിങ് 1 കോടി അന്നായി. പിന്നെ കാണിച്ച് പൈസ അത് നമുക്ക് ആ കഴിവില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിഖിൽ ഗോപാലകൃഷ്ണൻ സാറാണ്. നമസ്കാരം. നമുക്ക് പ്രവാസികളെ കുറിച്ച് ഇന്ന് സംസാരിക്കാൻ തോന്നുന്നു. പ്രവാസികൾ 1 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നോ നാട്ടിലേക്ക് എത്തുക. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സെന്റിമെന്റൽ ആയിട്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ട് അവർക്ക്. നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, കുടുംബത്തിന്, ഇങ്ങനെ ഇതുവരെ വലിയ രീതിയിൽ ഫിനാൻഷ്യലി ബാധിക്കും. ഈ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ഒരു പ്രവാസി മാറ്റിയെടുക്കേണ്ടത്? ഓക്കെ, പ്രവാസികൾ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് കുറച്ച് ആൾ കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിനെപ്പോഴും ഒരു കൃത്യമായിട്ടുള്ളൊരു ഗോൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം നാട്ടിലേക്ക് വരുന്നതിന് എത്ര രൂപ ബഡ്ജറ്റ് എന്നുള്ളൊരു ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും നാട്ടിൽ വരുന്നതിനുള്ള എയർ ടിക്കറ്റിന് പിന്നെ അവിടുത്തെ ബാക്കിയുള്ള അടിച്ചുപൊളിയുടെയും അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. അപ്പോൾ ആ ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ, ഇപ്പോൾ ഒരു കൊല്ലം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കൊരു 10 മാസം അല്ലെങ്കിൽ 12 മാസം ഉണ്ടാവും. അപ്പോൾ ഒരു 5 ലക്ഷം കൊണ്ട് ചിലവാക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 വെച്ചിട്ട് എല്ലാ മാസവും SIP ചെയ്യാൻ പറയും. എന്നിട്ട് അത് ഡെറ്റ് ഫണ്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ 5 ലക്ഷം തീരുന്നവരെ ഇവർ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അത് ഞാൻ 5 ലക്ഷം ഒന്ന് എക്സാമ്പിൾ പറയുന്ന, ചിലപ്പോൾ അത് 3 ലക്ഷം ആവാം, ചിലപ്പോൾ 10 ലക്ഷം ആവാം, ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഇപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഇപ്പോൾ എനിക്കതൊന്നും മാറിയിട്ടുണ്ടെന്ന്. പണ്ടത്തെ NRIs ഒക്കെ വരുമ്പോൾ ഇവർ പറയും എല്ലാ വർഷവും ഞാൻ വെക്കേഷൻ എടുത്തിട്ടെന്ന് പറയും. പക്ഷെ ആ വെക്കേഷൻ എടുത്തേക്കണത് കേരളത്തിലേക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വെക്കേഷനായിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നാട്ടിൽ കേരളം മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ രാജ്യങ്ങളിലൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ, അവിടെയൊക്കെ ടൂറൊക്കെ പോകണം. അങ്ങനെയാണെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് വരത്തുള്ളൂ. അപ്പം ഇതിനെല്ലാത്തിനുള്ള ബജറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ബജറ്റിൽ നിന്നിട്ട് വേണം ഇതെല്ലാവരും സ്പെൻഡ് ചെയ്യാനായിട്ട്. അതിനേക്കാളും കൂടുതൽ ഒരിക്കലും സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും NRIs വരുമ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ അമിതമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പൈസ തീർന്നിട്ട് അതിൽ വെച്ചിരിക്കുന്ന കടം തീർക്കാനായിരിക്കും പിന്നെ അടുത്ത വർഷം അവർ വർക്ക് ചെയ്യണത്. പിന്നെ ആ കടം തീർന്നു വരുമ്പോഴേക്കും അടുത്ത പ്രാവശ്യം പിന്നെയും വരും. അപ്പോൾ അതും ചിലപ്പോൾ കടത്തിലായിരിക്കും പോകണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരും. പക്ഷേ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊന്നും അങ്ങനെ ചെയ്യണില്ല അധികം. പക്ഷേ അതും ചെയ്യണവരുണ്ടാവാം. അപ്പോൾ എസ്പെഷ്യലി സാമ്പത്തികമായിട്ട് ഈ കൺട്രോൾ പോകുന്നവരെല്ലാവരും കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്യുക, കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാൻ എടുക്കുക. ഫിനാൻഷ്യൽ പ്ലാൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. കാരണം ആ ഫിനാൻഷ്യൽ പ്ലാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് മന്ത്ലി ഇപ്പോൾ NRI ആണെങ്കിൽ അബ്രോഡ് എത്ര ചിലവാക്കുന്നു, നാട്ടിലേക്ക് എത്ര അയക്കണമെന്നും, പിന്നെ നാട്ടിൽ വെക്കേഷൻ എടുക്കുന്ന ടൈമിൽ എത്ര ചിലവാകുന്നു, ആനുവൽ വെക്കേഷൻ എടുക്കുന്ന ടൈമിൽ എത്ര ചിലവാകുന്നു, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി എത്ര മാറ്റി വെക്കണം, ഒരു വീട് വെക്കണമെങ്കിൽ എത്ര മാറ്റി വെക്കണം. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ലോൺ എടുക്കുന്നതും ഇൻട്രസ്റ്റ് പേ ചെയ്യണതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവുന്നതാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം ഗൾഫിലുള്ളവർ അവിടുന്ന് വരുന്ന ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ വരുമ്പോഴോ ഇപ്പം പെർഫ്യൂം കൊണ്ടുവരണം, ചോക്ലേറ്റ് കൊണ്ടുവരണം, ഡ്രസ്സ്, ഇതൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതൊരു അലിഖിത നിയമമായിട്ട് നമ്മൾ പാലിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഈ സാധനങ്ങളൊക്കെ ഒന്നെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളത്. ഈ ഒരു പർച്ചേസിംഗ് ഉണ്ട്. ഇതുപോലെ ഹിഡൻ ആയിട്ട് ഇവരറിയാതെ പോകുന്ന കുറേയധികം ചെലവുകളുണ്ട്. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഇപ്പൊ പൈസ ഒരു മാസം 3 തവണ ഇപ്പൊ അയച്ചു എന്ന് വെച്ചാൽ നാട്ടിലേക്ക്, അതിന് വരുന്ന ഒരു കോസ്റ്റ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഓഫർ, ഇങ്ങനത്തെ പർച്ചേസിങ്, കൂട്ടുകാരുടെ അടുത്ത് കൊടുത്തു വിടുക, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. ഇപ്പൊ മക്കളുണ്ടാവുന്നവര് മക്കൾക്ക് വലിയ കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുത്തു വിടുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഹിഡൻ നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാതെ കുറെ പൈസ നമ്മുടെ അടുത്ത് ഇങ്ങനെയും പോകുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരു NRI ശ്രദ്ധിക്കേണ്ടത്? അതൊക്കെ എനിക്ക് കൂടുതലും പഴയതാണെന്ന് തോന്നുന്നു ഇപ്പൊ. കാരണം എനിക്ക് NRI കുറെ ക്ലയൻസ് ഉണ്ട്, അവരൊന്നും എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇങ്ങനെ കൊടുത്തിരുന്നു. കുടുംബത്തിലേക്ക് അല്ല അങ്ങനെയല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്നതായിരിക്കും ഇപ്പോഴും ഉണ്ടല്ലേ. പക്ഷെ അതിനെല്ലാത്തിനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എവിടെ ബൗണ്ടറി വരയ്ക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ഇത് ഞാനും കണ്ടിട്ടൊക്കെ ഉണ്ട്. കാരണം ഞാൻ ചില ടൈമിലൊക്കെ ഗൾഫിലത്തെ മാത്രം ടീച്ചേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ വർക്ക്ഷോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ കാര്യം വെച്ചാൽ അവര് സ്ത്രീകളാണ് ടീച്ചേഴ്സ്. അപ്പോൾ അവര് എന്നോട് പറഞ്ഞ ഞാൻ അവരുടെ നിന്നുള്ളൊരു
ഫീഡ്ബാക്ക് കണ്ടു പറഞ്ഞത്. കാരണം അവർ പറഞ്ഞാൽ ഹസ്ബൻഡാണ് പൈസ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ശമ്പളം ശരിക്കും പറഞ്ഞത് എക്സ്ട്രാ ആണ്. അപ്പോൾ അവർ 10-15 വർഷമൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് ഈ പറ്റിപ്പോയ കാര്യം വെച്ചാൽ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പെർഫ്യൂമും സാരിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് മൊത്തം പൈസ തീർന്നു. അപ്പോൾ അവരോട് ഞാനിങ്ങനെ ചോദിച്ചു എത്ര രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു 50% അത് സേവ് ചെയ്തിരുന്നെങ്കിൽ എത്ര വരുന്നത് ഞാൻ കാണിച്ചു കൊടുത്ത്. അപ്പോഴാണ് അവർക്ക് ഷോക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഇരുന്നത് എന്നുള്ളത്. അങ്ങനെ അപ്പോൾ അവർ ഇതിനൊന്നും ഓട്ടോമേറ്റ് ചെയ്തിട്ടില്ല ഒരു സാധനത്തിന്. അപ്പോൾ പൈസ വരുന്നു, ബാങ്കിലോടൊക്കെ എടുക്കുന്നു, പിന്നെ ആൾക്കാർ ഹെൽപ്പ് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുന്നു. അപ്പോൾ അതിന് പകരം ഇതൊരു നമുക്ക് തന്നെ ഒരു പർപ്പസിലുണ്ടാവണം. നമുക്ക് എന്ത് കാര്യം ചെയ്യാനുള്ള നമുക്ക് എന്തിനു വേണമെന്ന് ചെയ്യണം. ഇപ്പോൾ പലപ്പോഴും ഇവരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ചിലപ്പോൾ നാട്ടിൽ ഒരു സിസ്റ്ററുടെ കല്യാണമുണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള കല്യാണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അംബീഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് പൈസ മാനേജ് ചെയ്യണം കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെയെല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു റെസ്പോൺസിബിലിറ്റി ട്രാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. പിന്നെ നമ്മൾ ഗൾഫിലൊക്കെ പോയി വരുന്ന ടൈമിൽ നമ്മൾ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ കുറേ. കാരണം നമ്മളെ കെയർ ചെയ്യണം ഫസ്റ്റ് തന്നെ. അല്ലാതെ നമ്മൾ ഗൾഫിൽ പോയിക്കുന്നത് നാട്ടുകാരെ മൊത്തം അല്ലെങ്കിൽ ബന്ധുക്കളെ മൊത്തം സഹായിക്കാൻ വേണ്ടി മാത്രമല്ല. കാരണം ഞാനത് സഹായിക്കേണ്ടത് ഇനി അത് കേൾക്കുമ്പോൾ സഹായിക്കേണ്ടതല്ലാട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എല്ലാവരും സഹായിച്ചു, എന്നിട്ട് ഇതെല്ലാ സഹായം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു റിട്ടയർമെന്റ് ടൈമിൽ നമ്മൾ മറ്റുള്ളവരുടെ സഹായത്തിന് കാത്തു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അത് നമ്മുടെ ഗതികേടിനേക്കാളും ഉപരി നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ. അപ്പൊ അതിന് പകരം ആ സെൽഫ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വിഷയം. ഇതിനെല്ലാത്തിനും എൻ്റെ ക്ലിയർ ആൻസർ എന്ന് വെച്ചാൽ പെൻഡാട്ടിൽ വന്നിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എടുത്ത് ഒരു അച്ചടക്കത്തോടെ വെൽത്ത് മാനേജ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഒരു ആൻസർ. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് they don't know how to manage by themselves. They need a support system to manage it. അപ്പോൾ ഇത് വെറും ഡിസിപ്ലിൻ്റെ ഒറ്റ കുഴപ്പം തന്നെയാണ് ഈ പറഞ്ഞത്. നമ്മളെല്ലാവരും പറഞ്ഞ് നമ്മുടെ ശരീരമൊക്കെ നന്നാക്കണം, ജിമ്മിൽ കയറണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മിക്കപ്പോഴും ആനുവൽ റെസൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ ജിമ്മിൽ ചേരും. പക്ഷെ ഒരു കോച്ചിനെ കൂടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങേരെ എല്ലാ ദിവസവും വിളിക്കും, എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങേര് കൃത്യമായിട്ട് പറഞ്ഞുതരും ഏതിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സോ യു നീഡ് എ കോച്ച് ടു ഡു ദിസ്. അതുപോലെ ഒരു പ്രവാസിനോട് നമ്മളിപ്പം ചോദിക്കുകയാണ് എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം, അതിലൊരു 90% ആളുകളും പറയുക നാട്ടിലൊരു വലിയ വീട് വെക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളത്. വലിയ ലോൺ എടുത്തിട്ടായിരിക്കും നാട്ടിലൊരു എന്താ പറയാ 5 BHK ബെഡ്റൂം ഉള്ള ഒരു വലിയ വീടൊക്കെ ആയിരിക്കും പണിതിട്ട് പോവുക. അതിനുള്ളിൽ താമസിക്കാൻ ചിലപ്പോൾ അവരൊരു 30 ദിവസത്തേക്കൊക്കെയാണ് അവധിക്ക് വരുന്നത്. ഈ ഒരു പ്രവണത പ്രവാസിക്ക് നല്ലതാണ്? നാട്ടിൽ ഇത്രയും പണം മുടക്കി ഒരു വീട് പണിയേണ്ടതുണ്ടോ? ഒരിക്കലും ആവശ്യമില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം നാട്ടിൽ വീടിൻ്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ വേണം ഡെഫിനറ്റ്ലി. പക്ഷെ നമ്മൾ ആ വീട് പണിതിട്ട് ഇനിയൊരു 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് താമസിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒട്ടും ആവശ്യമില്ല. കാരണം ഇന്നത്തെ സ്റ്റൈലായിരിക്കില്ല 15 കൊല്ലം കഴിഞ്ഞിട്ട് വീടിൻ്റെ സ്റ്റൈല് വരാൻ പോണത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്പൗസിനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ ചിലപ്പോൾ ആ വീട് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ നമ്മൾ അടച്ചിടണമെന്നുണ്ടെങ്കിൽ ആ വീട് കേടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോൾ ഒരു 2 ആഴ്ച ആ വീടൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ അടുത്ത 2 ആഴ്ച താമസിക്കുള്ളൂ. പിന്നെ തിരിച്ചു പോകാനുള്ള സിറ്റുവേഷനായി. പിന്നെ പലപ്പോഴും നമ്മൾ NRIസിൻ്റെ വീട്ടിലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ AC ഒക്കെ ഉണ്ടാവും 5 റൂമിലും. പക്ഷേ ഈ 5 റൂമിലും AC 1 വർഷം വർക്ക് ചെയ്തതിൻ്റെ പേരിൽ ഓൺ ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പ്ലാൻഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ചിലപ്പോൾ പറമ്പ് വാങ്ങിയിടാം, അതൊരു വെൽത്ത് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിനെ ഒരു പറമ്പിൽ വീട് വെക്കാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് ഒരു പൈസ കൃത്യമായിട്ട് സമ്പാദിച്ച് വയ്ക്കുക. എന്നും നമ്മൾ വീട് വെക്കാനായിട്ട് റെഡി ആയിരിക്കണം ഫിനാൻഷ്യലി. അത് ലോൺ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ലോൺ എടുത്ത് ചെയ്യുന്ന പലവരും വിചാരം എന്ന് വെച്ചാൽ, ഇത് പലപ്പോഴും നമ്മുടെ ഒരു ട്രഡീഷൻ എന്ന് വെച്ചാൽ ലോൺ അടയ്ക്കുക, കുറി ചേരാ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് ചേരാന്ന് പറഞ്ഞതിന്റെ മെയിൻ കാര്യം വെച്ചാൽ ഇതൊരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരു മാസം ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ വേറെ അടിച്ചു പൊളിക്കൊന്നും പോകാണ്ട് ഇതിലേക്ക് ചെയ്തോളും എന്നുള്ള രീതിയിലാണ് പണ്ടൊക്കെ കാരണവന്മാർ നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ അത് അന്ന് വേറെ ഓപ്പർച്യൂണിറ്റികളൊന്നും ഉണ്ടായില്ല ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈവൻ NRIസിനെ പറ്റിപ്പോൾ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു നാട്ടിലെ ഒരു ഇൻഷുറൻസ് ഏജന്റ് അവരുടെ വീട്ടിൽ പോയിട്ട് ഒരു 10 പ്രാവശ്യം കാലുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു ബാങ്കിലത്തെ ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഒരു 10 പ്രാവശ്യം ഇട്ട് സാറേ എന്ന് വിളിച്ച് കുറേ നേരം സന്തോഷിപ്പിക്കണം. അപ്പോൾ ഇവര് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞാൽ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരെ മൊത്തം മറ്റുള്ളവരുടെ കാലുപിടുത്തവും എന്റർടൈൻമെന്റും കഴിഞ്ഞിട്ട് ഇവർ ചെയ്യത്തുള്ളൂ. അപ്പൊ അതിനർത്ഥം ഇവർക്ക് വേണ്ട അത് ചെയ്യാനായിട്ട്.
അപ്പൊ ഇവര് ഈ എന്റർടൈൻമെന്റ് കണ്ടിട്ടുണ്ട്, മറ്റുള്ളവർ നമ്മളെ വന്ന് ഇങ്ങനത്തെ ഒരു സ്നേഹിക്കുന്നതും ഇതൊക്കെ. അപ്പൊ അങ്ങനെ അത്രമാത്രം സ്നേഹിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് തരും, നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് തരും, കാരണം അവർക്ക് ബെനിഫിറ്റ് ഉള്ള തരത്തിലുള്ള. അപ്പോൾ ഇതൊരു സെൽഫ് ഇനീഷ്യേഷൻ വേണം അവനവന്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ എന്താണ് നമുക്ക് വേണ്ടത്, ഇപ്പോൾ വീടാണോ വെക്കേണ്ടത്, ആ വീട് വെച്ചിട്ട് ഞാൻ റെന്റിനാണോ കൊടുക്കണം, അതിന് വരുമാനം ഉണ്ടാകുമ്പോഴുണ്ടോ, ഇനി അതല്ല ആ വീട് വെച്ചത് ഞാനൊരു 15 വർഷം കഴിഞ്ഞാണ് താമസിക്കുന്നത്, എനിക്കത് ഡിലേ ചെയ്തൂടെ, ഇനി അതല്ല ലോൺ എടുത്തിട്ടാണ് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഒരു 20 വർഷത്തേക്ക് ലോൺ എടുത്താൽ തന്നെ 20 വർഷം കഴിഞ്ഞ് അടച്ചു കഴിയുമ്പോൾ നമ്മൾ 50 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ 1 കോടി അടയ്ക്കണം. എന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ വെറുതെ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ആ 50 ലക്ഷത്തിൻ്റെ ലോൺ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും 20 വർഷത്തേക്ക് ആണെങ്കിൽ ക്ലോസ് ടു 40,000-50,000 ഒരിക്കും മാസം അടയ്ക്കേണ്ടത്. ആ മാസം അടയ്ക്കാനുള്ള കഴിവിൻ്റെ പേരിലാണ് ഈ 50 ലക്ഷം കൊണ്ടുപോയിട്ട് നമ്മൾ ലോൺ എടുത്തേക്കുന്നത്. അതിന് പകരം 50,000 വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു SIP ചെയ്ത്, ഇപ്പൊ SIP എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാനേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് അത് മ്യൂച്വൽ ഫണ്ടോ SIP അങ്ങനെ ഒന്നല്ല പറഞ്ഞത്. ആ പൈസ എടുത്ത് മാറ്റി അതിലൊരു ഗ്രോത്ത് കിട്ടുന്ന ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ 20 വർഷം കൊണ്ട് 50 ലക്ഷം എടുത്തിട്ട് 1 കോടി അടച്ചു തീർക്കണേക്കാളും ഭേദം ഈ പറഞ്ഞ പൈസ 50,000 വെച്ചിട്ട് 10 വർഷം അടച്ചു കഴിഞ്ഞാൽ ഒരു 12% ഇട്ടാണെങ്കിൽ 1 കോടി അന്നായി. അപ്പോൾ ഈ 1 കോടി നമ്മുടെ അടുത്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 50,000 വെച്ചിട്ട് അടുത്ത 10 വർഷം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോൺ അടച്ച് തീരുന്ന ടൈമിൽ നമ്മൾ ആ 50 ലക്ഷം എടുത്തിട്ട് ബാധ്യതയാണ് 20 വർഷം കൊണ്ട് നമ്മൾ തീർക്കണം. അതിന് പകരം ആ 50,000 വെച്ചിട്ട് 20 വർഷം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര ആവും എന്നുള്ളത് ഒരു കണക്കില്ല. ഈ സാധനം എത്രയാവും നമ്മൾ എല്ലാവരും ഗൂഗിളിലേക്ക് നോക്കിക്കോ. ഈ പറഞ്ഞ സാധനം ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഗുണം വെച്ചാൽ എന്ന് നമ്മൾ സാമ്പത്തികമായിട്ട് റെഡി ആവുന്നു ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഇപ്പോൾ ഒരു 2 കോടി രൂപ ഉണ്ടെന്നെങ്കിൽ അതിൽ 1 കോടി എടുത്തിട്ട് വീട് വെക്കണോ ചെയ്യാം. ഇനി ആ ടൈമിൽ ചോദിച്ചിട്ട് 10 വർഷം കഴിഞ്ഞാൽ 1 കോടിക്ക് വീട് കിട്ടുന്നുള്ളത് അന്ന് ആ ബഡ്ജറ്റിൽ കിട്ടണ സാധനം. അപ്പൊ നമ്മൾ എന്തിനു വെറുതെ ലോൺ എടുക്കണത്? സാർ ഇപ്പം സ്ഥലം വാങ്ങിയിടുന്നതിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പം ഒരു പ്രവാസി നാട്ടിൽ സ്ഥലം വാങ്ങിയിടുന്നതാണോ അതോ ഒരു ഫ്ലാറ്റ് വാങ്ങി അത് വാടകയ്ക്ക് കൊടുക്കുന്നതാണോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ? ഇതെല്ലാവരും ലൊക്കേഷൻ അനുസരിച്ചൊക്കെ ഇരിക്കും. കാരണം പലപ്പോഴും ഫ്ലാറ്റിൽ ചില ടൈമിൽ ഡിപ്രിസിയേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്ലാറ്റിൽ റെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഫ്ലാറ്റിന് റെന്റിന് കൊടുക്കുന്ന ആൾക്കും ആ കഴിവുണ്ടാവണം റെന്റിന് ആൾക്കാരെ കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട്. പിന്നെ ഈ റെന്റിന് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അത്ര വലിയ വർക്കൗട്ട് ആവുന്നില്ല. ഈ പറഞ്ഞതെല്ലാവരും നമ്മൾ കയ്യിൽ കാശ് കൊടുത്തിട്ട് വാങ്ങാനാണ് ലോൺ എടുത്ത് വാങ്ങണമെന്നുള്ളത് ഭയങ്കര ഒരു ആശ്രയമുണ്ട്. കാരണം ലോൺ എടുക്കുമ്പോൾ കോസ്റ്റ് കൂടുതൽ. അപ്പോൾ പിന്നെ ഇതെല്ലാവരും ഫ്ലാറ്റ് വാങ്ങുന്നത് തന്നെ. ഇപ്പം ഞാൻ പണ്ട് ബോംബെയിലായിരുന്ന ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പണ്ട് ആ ഫ്ലാറ്റ് വളരെ ചെറിയ പ്രൈസിന് വാങ്ങിയതാണ്. എനിക്കൊരു 30 ലക്ഷത്തിനടക്കം വാങ്ങിയിട്ടുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നുള്ള ടൈമിൽ ആ ഫ്ലാറ്റുകൾക്ക് 2-2.5 കോടിയായിരുന്നു. അപ്പോൾ പിന്നെ അതോടെ തന്നെ ഞാനുള്ള ടൈമിൽ ഏകദേശം അതിന് 40,000-50,000 വരെ അതിന് റെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഫ്ലാറ്റുകൾ ഇറ്റ്സ് ഗുഡ് ഡിസിഷൻ ഈ പറഞ്ഞ സാധനം. പക്ഷേ ബോംബെയിൽ തന്നെ അങ്ങനത്തെ സെറ്റപ്പിൽ കിട്ടിയിരിക്കുന്ന ഫ്ലാറ്റുകൾ വരെ കുറച്ചുള്ളൂ. ഇവൻ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ ഒരു 500 മീറ്റർ വാങ്ങി മാറിയിട്ടുള്ള സ്ഥലങ്ങളിലെ കോംപ്ലക്സ് ഉണ്ട്. അവിടെ ആർക്കും പോയി താമസിക്കണ്ടായിരുന്നു. അപ്പോൾ ഈ ലൊക്കേഷൻ ഇസ് ദി ഇമ്പോർട്ടൻറ്റ് ഈ പറഞ്ഞ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ലാൻഡ് വാങ്ങി വെക്കാന്ന് പറഞ്ഞു. ലാൻഡിൻ്റെ ആ ലൊക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇവൻ ഇതിൽ വാങ്ങുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ വാങ്ങുന്നത് ലോണിനാണോ വാങ്ങുന്നത്, ആ ലോൺ എടുക്കാനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി നമുക്കുണ്ടോ, ഇതെല്ലാത്തിനെ ആശ്രയിച്ചാണ് ഇതിനെ നമ്മൾ വിലയിരുത്തുന്നത്. കാരണം നമ്മൾക്ക് എപ്പോഴും ലാൻഡ് വാങ്ങിയിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ലാൻഡ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഇവിടുത്തെ ക്ലയൻസൊക്കെ ലാൻഡ് വാങ്ങിയിട്ട് നല്ല പ്രോഫിറ്റിൽ വിറ്റേക്കുന്നതിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ 50% താഴെയുള്ളൂ. അപ്പോൾ അത് ആ ലൊക്കേഷൻ്റെ. പിന്നെ നമ്മൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അറിയണം. അപ്പോൾ നമ്മൾ ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് വിൽക്കാനിടം ഇതെല്ലാം അറിയണമെന്ന് പറയണില്ലേ. അതേമാതിരി തന്നെ ലാൻഡിൻ്റെ ബിസിനസ് നമുക്ക് അറിയെങ്കിൽ മാത്രമേ ഇതിൽ ഗുണമുള്ളൂ. ചിലപ്പോൾ ബ്രോക്കേഴ്സ് നല്ല പൈസ ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ ബ്രോക്കേഴ്സ് നല്ല പൈസ ഉണ്ടാക്കണം. കാരണം ചിലപ്പോൾ അവർ ലാൻഡ് വാങ്ങിയിട്ട് അവർ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യണ്ടാവില്ല, എന്നിട്ട് അവർ മറച്ചു വെക്കണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാണ്ടിരുന്നാൽ തന്നെ 10% സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കണം. നമ്മൾ ഒരു ലാൻഡ് വാങ്ങി രജിസ്റ്റർ ചെയ്താൽ തന്നെ 10% പോയി. പിന്നെ അടുത്ത പ്രാവശ്യം തിരിച്ചു വെക്കുമ്പോഴേക്കും നമ്മൾ തന്നെ ബയ്യറെ കണ്ടെത്തണം. അപ്പൊ പിന്നെ അതിനിടയിൽ ഒരു ബ്രോക്കർ ഉണ്ടെങ്കിൽ അതിന് കമ്മീഷൻ കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടിയും ബാക്കി മതിലുകെട്ടലും കമ്മീഷനും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹൗ മച്ച് യു ആർ മേക്കിംഗ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു
ഇമ്പോർട്ടൻ്റ്. കാരണം ഒരു ബ്രോക്കർ വാങ്ങുന്ന ടൈമിൽ വാങ്ങണേക്കാളും മുന്നേ ഇത് എങ്ങനെ വിൽക്കാന്നുള്ള ഒരു തീരുമാനം ഉണ്ടോ. പക്ഷെ ഒരു സാധാരണക്കാരൻ വാങ്ങുന്ന ടൈമിലാണെങ്കിൽ ആൾക്ക് ഒരു പിടിയില്ല ഇത് എന്ത് വിൽക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആ ലാൻഡ്, ശരിക്കും പറഞ്ഞാൽ ലാൻഡ് വാങ്ങണേക്കാളും മുന്നേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടായിട്ടാണ് വാങ്ങേണ്ടത്. അല്ലാതെ സാലറി കിട്ടി എന്താ പറയുക മറ്റുള്ള ഒന്നും സെറ്റ് ചെയ്യണേക്കാളും മുന്നേ വലിയ അസറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ക്രഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുപോലെ നമ്മളിപ്പോൾ നാട്ടില് കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഗൾഫിലാണെങ്കിൽ നമ്മളെ അതിനകത്തേക്ക് വലിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. നീ ഗൾഫിലല്ലേ, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യും, ഇവിടുന്ന് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചില ബിസിനസ്സുകളൊക്കെ പാളിപ്പോകും. അപ്പൊ ഇങ്ങനെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു NRI തീരുമാനിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആ ഒരു തീരുമാനത്തിലേക്ക് എടുത്ത് ചാടേണ്ടതുണ്ടോ? ഇത് ആദ്യം തന്നെ NRI തീരുമാനിക്കേണ്ട കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് ആ സാമ്പത്തിക മെച്യൂരിറ്റി ഉണ്ടാകുന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. കാരണം ഇപ്പോൾ ആളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ കിട്ടും. ആ 10 ലക്ഷം മുഴുവൻ പോയി കഴിഞ്ഞാലും ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് ആദ്യം അറിയണം. അത് കുഴപ്പമില്ല എന്നുള്ള ആൻസർ ആണെങ്കിൽ മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നോക്കാതെയാണ് പല ആൾക്കാരും കടം വാങ്ങിയിട്ടൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ ആ പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് റൺ ചെയ്യാനുള്ള മെച്യൂരിറ്റി ഉണ്ടാകുന്ന നോക്കണം. പലപ്പോഴും നമ്മൾ സഹായിക്കണം വെച്ചാൽ ഏതെങ്കിലും ഒരാൾ സാമ്പത്തികമായിട്ട് മോശമായിരിക്കുന്നു, അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം കഷ്ടപ്പെട്ട് നിൽക്കണവന് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാരണം തന്നെ അവന് ബിസിനസ് റൺ ചെയ്യാൻ അറിയാത്തതിൻ്റെ വരില്ല. എന്നിട്ട് അവൻ നേരെയാവാൻ വേണ്ടി അടുത്ത ബിസിനസ് തുടങ്ങുന്ന ടൈമിൽ ആ ബിസിനസ് പൊട്ടാനുള്ള ചാൻസാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ബിസിനസ്സിൽ ചെയ്യേണ്ടത്. ഈ സഹായിക്കാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ചാരിറ്റി, ദാറ്റ്സ് എ ഡിഫറെന്റ് കോൾ ഗെയിം. നമ്മളിപ്പോൾ എനിക്ക് ഇവൻ എൻ്റെ ഫ്രണ്ട് നന്നാവണം, അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ആ 10 ലക്ഷം രൂപ വെറുതെ കൊടുക്കുക, ദാറ്റ്സ് എ ചാരിറ്റി. റിട്ടേൺ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം ഇനി രണ്ടാമത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ആ ബിസിനസ് റൺ ചെയ്ത് വിജയിപ്പിക്കാനുള്ള കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിനുണ്ടോ, അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടോ, പിന്നെ അത് നന്നാവണം എന്നുള്ളതിൻ്റെ ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് അയാൾക്കായിരിക്കണം. കാരണം അയാൾ അത്രയും കമ്മിറ്റഡ് ആയിട്ട് ആ സാധനം റൺ ചെയ്ത് സക്സസ് ആക്കാൻ പറ്റണമെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ആ ബിസിനസ് നമുക്ക് കൂടി മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വേറൊരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ പേപ്പറിൽ നമ്മുടെ പേരുണ്ടാവില്ല. അല്ലെങ്കിൽ പലരും പറയും ഏതെങ്കിലും ലാൻഡ് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വാങ്ങി തന്നോട്ട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ബിസിനസ് റൺ ചെയ്യില്ല. അതൊരു പ്രോപ്പർ ലീഗൽ സ്ട്രക്ചറിലായിരിക്കണം ബിസിനസ്. അതിൽ നമ്മുടെ പേരും ഓണർഷിപ്പിൽ ഉണ്ടായിരിക്കണം. അത് എന്താ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. അല്ലാതെ നമുക്ക് പിന്നെയും കടം വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ പൈസ കൊണ്ടുവന്നിട്ട് നികത്തര വിധത്തിലുള്ള ബിസിനസ് ആവരുത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒക്കെ സഹായത്തോടെ ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ പലപ്പോഴും ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഒരു വില്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിലൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇവരുടെ പേരിൽ വേറെ ലാൻഡ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ലാൻഡ് എഴുതി തന്നിട്ടുണ്ടാവില്ല, അതിങ്ങനെ രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുണ്ടാവും. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തരാത്. അങ്ങനെയൊന്നും ജപ്തി ചെയ്യാനായിട്ട് ഒരു ഇൻഡിവിജ്വലിന് അധികാരമില്ല. അതൊക്കെ ബാങ്കിനൊക്കെ അധികാരമുള്ളൂ, അതൊക്കെ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന് അധികാരമുള്ളൂ, നമുക്കൊന്നും അധികാരമില്ല. ഇവൻ നമുക്ക് ഇപ്പൊ എനിക്ക് കൃഷിക്ക് കടം തന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് വന്നിട്ട് അത് എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് വാങ്ങാൻ തിരിച്ചു തരാനൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ലീഗലി എനിക്കധികം റൈറ്റ് ഇല്ല. അപ്പോൾ ബാങ്കിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അതിലേക്ക് ഇത് തിരിച്ചു ചോദിക്കാം. പക്ഷേ അതല്ലാണ്ട് ഞാനിപ്പോൾ പറയണത് എനിക്ക് 10% വെച്ച് ഇൻട്രസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃഷിക്ക് 10 ലക്ഷം തരിട്ട് എനിക്കത് തിരിച്ചു വാങ്ങാനായിട്ട് ലീഗലി എനിക്ക് ശരിക്കും വലിയ റൈറ്റ് ഒന്നുമില്ല. അത് നമുക്ക് കഴിവില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എനിക്ക് അതിനുള്ള ലൈസൻസ് ഇല്ല തരാനായിട്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ബാങ്കിങ് ലൈസൻസോ അല്ലെങ്കിൽ NBFC ലൈസൻസോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ പൈസ തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്യണത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അപ്പൊ ഇതെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പണി ചെയ്യാനായിട്ട്. ഈ മ്യൂച്വൽ ഫണ്ടും SIP അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി സാലറി ഉള്ളവർക്കാണ് അല്ലെങ്കിൽ വൻകിട നിക്ഷേപകർക്കാണെന്ന് ഒരു തോന്നല് സാധാരണ ആളുകൾക്കിടയിലുണ്ട്. അപ്പോൾ ഒരു കുറഞ്ഞ സാലറിയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം തുടങ്ങേണ്ടത്? എങ്ങനെയാണ് ഒരു സാമ്പത്തിക സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ. ഇപ്പൊ NRIs ഒക്കെ ആണെങ്കിൽ ഞാനെപ്പോഴും ഒരു അംബീഷ്യസ് ആയിട്ട് പറഞ്ഞ കാര്യം വെച്ചാൽ നമ്മൾ വീടൊക്കെ വിട്ട് നമ്മൾ പുറത്തു പോയി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എത്ര സാക്രിഫൈസ് ആയിട്ട് എടുക്കുന്നത്, ആ സാക്രിഫൈസ് എടുക്കുന്ന ടൈമിലാണെങ്കിൽ 50% നമ്മൾ സേവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് നിന്നാൽ പോരെ. ഇനി അതുമില്ലെങ്കിൽ ഇനി ഇതൊന്നും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20% അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ പുറത്തു പോയി നിൽക്കണം. അപ്പോൾ ആ പൈസ സേവ് ചെയ്യാനായിട്ട്
ഉള്ള ജീവിതം അവിടെ ജീവിക്കാൻ പാടുള്ളൂ. അപ്പോൾ 1 ലക്ഷം കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 80,000 രൂപയ്ക്ക് ചിലവെടുത്തണം. 20,000 രൂപ SIP ചെയ്തേ പറ്റും. ഇനി അതല്ല 10,000 രൂപ കിട്ടണം വന്നിരിക്കുക, ദർഹമല്ല 10,000 രൂപ. അങ്ങനെയാണെങ്കിൽ 2,000 രൂപ സേവ് ചെയ്തിട്ട് 8,000 രൂപയ്ക്ക് നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. ഇതാണ് എൻ്റെ ആ തീരുമാനം. ഒരാളുടെ സമ്മതം ആവശ്യമില്ല. പിന്നെ സമ്മതം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരുതും 10,000 ഞാൻ ജോലി ചെയ്യില്ല, ഞാൻ 30,000 ജോലി ചെയ്യുള്ളൂ തീരുമാനം നമ്മൾ എടുക്കണം. എന്നിട്ട് വേണം ഈ സാധനം മാനേജ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളതാണ്, ചിട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, സ്വർണ്ണത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോക്സിലാണെങ്കിലും ഒക്കെ നമുക്ക് നിക്ഷേപം നടത്താൻ മടിയുണ്ട്. ഇപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകളാണെങ്കിലും ഇപ്പം നമുക്ക് കുറച്ച് മുതിർന്നവരാണെങ്കിലും നമ്മളോട് അതും ചോദിക്കുന്നത് വല്ല ചിട്ടിയിലും കൂടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അത്തരം നിക്ഷേപ രീതികളിൽ നിന്ന്, ഈ പരമ്പരാഗത നിക്ഷേപ രീതികളിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായോ? അല്ല, ശരിക്കും സമയമായി എന്നുള്ളത് നോ ഡൗട്ട്. നമുക്ക് അത്ര ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിലൊരു നമുക്കൊരു വിശ്വാസം വരണമല്ലോ, നമുക്കൊരു കംഫർട്ടുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത് അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ട് ഇപ്പം നമ്മുടെ പാരൻസിൻ്റെ ഒക്കെ ടൈമിൽ അന്ന് വളരെ വളരെ നന്നായി നടന്നിരുന്ന കാര്യമാണ് ചിട്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് വേറെ ഓപ്പർച്യൂണിറ്റികളൊന്നുമില്ല. അപ്പോൾ അതൊരു അവരെ സംബന്ധിച്ചൊരു ഭയങ്കര ഒരു ഈസി ചെയ്യുന്ന ഒരു സാധനമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷന് മ്യൂച്വൽ ഫണ്ട് വളരെ ഈസി ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി അവർ ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ തുടക്കത്തുള്ളൂ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളത്. ഇനി അടുത്ത കാര്യം വെച്ചാൽ ആരാണ് ഇവിടെ, പിന്നെ ഇപ്പോഴത്തെ യങ് കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ റോൾ മോഡൽസ് ആരാണ്, അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അതിനെ കോപ്പി ചെയ്യാനും നമ്മൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ചെയ്യണത് FD ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഗോൾഡിലും സിൽവറും ആയിരിക്കും. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഗോൾഡും സിൽവറാണ് പെർഫോം ചെയ്തത്. അപ്പോൾ അവർക്ക് അതിനോടുള്ളൊരു ചായ്വുണ്ടാവും. അപ്പോൾ അതെപ്പോഴും ഉണ്ടാവുന്ന ഒരു വിഷയമാണ്. ഡെഫിനറ്റ്ലി ഇതൊരു അസറ്റ് ലൊക്കേഷൻ നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ അത്രയും ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നമുക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഷോപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ആ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ അവിടെ ഇല്ലാത്ത മെഡിസിൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആ മെഡിക്കൽ ഷോപ്പിൽ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്കുണ്ട്. പക്ഷേ അത് നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയണ കാര്യം വെച്ചാൽ പണ്ടങ്ങാണ്ട് പനി തന്ന ടൈമിൽ ഒരു ക്രോസിന് ആരോ തന്നിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ $650 ആരോ തന്നിട്ടുണ്ട്. അതാണെങ്കിൽ നമുക്ക് പോയിട്ട് ചോദിക്കുക അത് തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഏതോ ഒരു അസുഖത്തിന് അത് മതിയാവും. ഇവൻ പനിക്ക് പോലും അതിൽ നിൽക്കുമോ? അപ്പോൾ അതിന് യു നീഡ് എ ഡോക്ടർ. Somebody has to evaluate you and tell you that okay, for your problem this is the treatment, for your ambition this is the treatment, so let's get into that. എന്നിട്ട് ഏത് അളവിലും വേണമെന്നുള്ളത് നമുക്ക് അവിടെ തീരുമാനിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്?